ഇതാ നീ ഒരുമാതിരി കള്ളം പറയാൻ നിൽക്കരുത് കേട്ടോ. എടുത്ത് ചെലവാക്കി നീ ചെലവാക്കിന്ന് പറ. വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുതേ. കള്ളം പറയാന്ന് ഞാൻ എന്തിനാ കള്ളം പറയണത്? വേറെ ആരുടെ പൈസ ഒന്നുമില്ല, എന്റെ ഭർത്താവിന്റെ പൈസ തന്നെയല്ലേ. അഥവാ ചെലവാക്കിയെന്ന് പറയണതിൽ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്റെ പൈസ തന്നിട്ടില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിന്റെ കയ്യിൽ ഞാൻ പേഴ്സ് കൊണ്ട് തന്നത്. അപ്പൊ അതിൽ പൈസ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇത് എവിടെ പോവാനാ? ഓ ഇതെന്തൊരു കഷ്ടാ നോക്കണേ. നിങ്ങൾ എന്റെ തന്നിട്ടൊന്നും ഇല്ല. അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും ജോലി ചെയ്യുന്നതിനിടയ്ക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ, തന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കാൻ. ഞാൻ നോക്കട്ടെ ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. ഞാൻ എടുത്തെടുത്തിട്ട് സമാധാനത്തോടെ ഇരിക്കേ. ആ നോക്ക് നോക്ക്. എന്നിട്ട് ആ ഫയലിൽ എല്ലാ ഡോക്യുമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മറിച്ചിട്. നീ വല്ല ഷോപ്പിങ്ങിന് പോയിട്ട് വല്ല ചുരിദാറും വാങ്ങിണ്ടാവും, അത് തന്നെ. എന്നിട്ട് ഡ്രാമ കളിക്കാൻ നിൽക്കാളോ ഇവിടെ. ഇതെന്ത് കഷ്ടം അത്. പൈസ കാണുന്നില്ല എന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊന്ന് തെരഞ്ഞെടുക്കാന്ന് വിചാരിച്ചാൽ ഇപ്പൊ എന്റെ മെക്കിടന്നെ കയറാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ഡോക്യുമെന്റ്സ് ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ചെലവാക്കിയതൊന്നല്ല. നിങ്ങൾ വല്ല കള്ളും കൂടി തീർന്നിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്ക്. ആരടി കള്ളു വിളിച്ചത്? വായിൽ വരുന്ന വർത്താനം വിളിച്ചു പോകാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പൈസ നിന്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്, നീ അത് എടുത്ത് തന്നിട്ട് പോയാൽ മതി. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല? എടുത്തെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? ആ ഷെൽഫിൽ മുഴുവൻ നോക്കി, അവിടെ ഒന്നുമില്ല, ഇനി ഇതും കൂടി നോക്കാനുള്ളൂ. എനിക്കറിയില്ല. എനിക്ക് അറിയില്ലാന്ന് നീ ഇങ്ങനെ വീണടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കണ്ട. സംഭവം നിന്റെ ചെലവായി പോയി, അതിങ്ങനെ തുറന്നു പറയാനുള്ള മടി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി മേലെന്റെ ഫയലോ പേഴ്സോ മൊബൈലോ നീ തൊട്ട് വരുത്. അല്ലെങ്കിൽ നിനക്ക് സ്വഭാവം ഉണ്ട്, ഓഫീസിൽ നിന്ന് വന്നാൽ അപ്പൊ തന്നെ ഫയൽ എടുത്ത് നോക്കുക, പേഴ്സ് എടുത്ത് നോക്കുക, മൊബൈൽ എടുത്ത് നോക്കുക. അമാതിരി പരിപാടി ഉണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. എന്നിട്ട് എന്തെങ്കിലും പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ, ഇതാണ് അവസ്ഥ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ആഹാ, നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ഇതുപോലെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും തുടരുതെന്ന് പറയാം. എന്നാ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ പേഴ്സും ബാഗും ഫയലും ഒക്കെ ഞാൻ ഇനിയും തൊടും, ഇനിയും തപ്പും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാതെ ചെയ്യും. പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തു എന്ന് പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കിങ്ങനെ മുട്ടുകാല് കുറച്ച് പേഴ്സ് നിങ്ങളുടെ ഭാര്യമൊന്നും അല്ല ഞാൻ. അഥവാ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിലേ അത് മോനങ്ങ് മാറ്റി വെച്ചേക്ക്. നോക്കട്ടെ, ഇതിന്റെ അടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഇത് കൂടി നോക്കിയിട്ട് എടുത്ത് തരാം.